ഇഡിയുടേത് കൂലിപ്പണിയോ എന്നുള്ള കാര്യത്തിൽ അങ്ങനെയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ ഓരോരുത്തരും സൂചിപ്പിച്ച കാര്യങ്ങളുണ്ടല്ലോ. ഇപ്പോൾ ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ടൊക്കെ വന്നിരിക്കുന്ന വിവരങ്ങൾ അതിൽ ഏതൊക്കെ രൂപത്തിൽ പ്രവർത്തിച്ചു എന്നുള്ളത് നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ ഇതിൻ്റെ അന്വേഷണത്തിൻ്റെ നാൾ വഴികൾ ഏത് രൂപത്തിൽ അവസാനിച്ചിരിക്കുന്നു എന്നതിലേക്കാണ് ഞാൻ ശ്രദ്ധ ക്ഷണിക്കുന്നത്. വീണ വിജയൻ്റെ എക്സാലോജിക് കമ്പനിയും വീണ വ്യക്തിപരമായും CMRലുമായി ഉണ്ടാക്കിയ കരാർ അതാണ് ഈ കേസിന് ആധാരമായിരിക്കുന്നത്. 2016 മുതൽ 2020 വരെയുള്ള സാമ്പത്തിക ഇടപാടുകളാണല്ലോ അന്വേഷണത്തിന് ആധാരമായിരിക്കുന്നത്. ആദ്യം IT ആണ് അന്വേഷണത്തിന് വരുന്നത്. IT യുടെ റെയ്ഡ് വരുന്നു. കോർപ്പറേറ്റ് മന്ത്രാലയം അന്വേഷിക്കുന്നു. കേരളത്തിനെയും കർണാടകയുടെയും രജിസ്ട്രാർ ഓഫ് കമ്പനീസ് അതായത് ROCമാർ അന്വേഷിക്കുന്നു. വീണയ്ക്കും കമ്പനിക്കും 1.72 കോടി രൂപയുടെ വിനിമയം എന്ന് കണ്ടെത്തുന്നു. ഇൻകം ടാക്സ് പറഞ്ഞത് പണം നൽകാത്ത സേവനത്തിനാണ് പ്രതിഫലം കൊടുത്തതെന്നുള്ളതാണ്. അപ്പോൾ അതിന് CMRൽ പിഴയടക്കുകയും ചെയ്തു. ഈ അപ്പലേറ്റഡ് ട്രൈബ്യൂണൽ വിധി പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിൻ്റെ പിറ്റേ ദിവസമാണ് ഒരു പത്രത്തിൽ വന്നത് എന്നുള്ളത് നമ്മുടെ മുന്നിൽ ഒരു യാഥാർത്ഥ്യമാണ്. ഇനി ഈ ROCകളുടെ റിപ്പോർട്ട് എങ്ങനെയായിരുന്നു? കേരള ROC റിപ്പോർട്ട് പ്രകാരം വീണയുടെ മറുപടി അവ്യക്തമാണ് എന്നാണ് എഴുതി ചേർത്തിട്ടുള്ളത്. കർണാടക ROC ആകട്ടെ പറയുന്നു, ഈ കള്ളപ്പണ ഇടപാട് നടന്നോ എന്നതിൽ EDയുടെയും CBIയുടെയും അന്വേഷണം വേണ്ടിവരും, അത് അന്വേഷണം ആകാം എന്നുകൂടി എഴുതി ചേർത്തിട്ടുണ്ട് കർണാടക ROC. പക്ഷേ 2023 ഓഗസ്റ്റ് 15 ഈ കർണാടക ROC റിപ്പോർട്ട് വരുന്നതിന് മുൻപ് തന്നെ ED പ്രാഥമിക അന്വേഷണം നടത്തിയിട്ടുണ്ട് എന്നൊരു വിവരവും പിന്നീട് പുറത്തു വന്നിട്ടുണ്ട്. 2024 മാർച്ച് 27 ആയിരിക്കുന്നു ഇപ്പോൾ, അതായത് ഏകദേശം 7 മാസമായിരിക്കുന്നു. ഈ EDയുടെ പ്രാഥമിക പരിശോധനയ്ക്ക് ശേഷം EDക്ക് അന്വേഷണത്തിന് പാകത്തിലുള്ള തെളിവുകൾ ലഭിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് പ്രാഥമികമായിരുന്ന ഒരു ചോദ്യം. ഈ 2023 ഓഗസ്റ്റിൽ തന്നെ പ്രാഥമിക പരിശോധന നടത്തി എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി എന്ത് സേവനമാണ് നൽകിയത് എന്ന് വ്യക്തമാകാത്ത സാഹചര്യത്തിൽ എക്സാലോജിക് ഒരു ഷെൽ കമ്പനിയാണോ എന്നൊരു പരിശോധന EDക്ക് നടത്താവുന്നതാണ്. ഇപ്പോൾ 1.72 കോടി അത് നൽകാത്ത സേവനത്തിലുള്ള പ്രതിഫലമാണെന്ന് പറയുന്നതിലൂടെ ആ പണം വെളുപ്പിക്കുകയാണ് എന്ന് ചെയ്തിരിക്കുന്നതെന്ന് വാദിക്കാനാകും. അപ്പോൾ അതുമേലുള്ള പരിശോധനയും EDക്ക് നടത്താവുന്നതാണ്. 12 കമ്പനികൾ വീണയുടെ കമ്പനിക്ക് സേവനം നൽകിയിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പോൾ അതും അന്വേഷണത്തിൻ്റെ പരിധിയിൽ EDക്ക് കൊണ്ടുവരാവുന്നതാണ്. ഇനി അതിൻ്റെ രണ്ടാമത്തെ വശം നോക്കുകയാണെങ്കിൽ 2023 ഓഗസ്റ്റ് 14 തുടങ്ങിയ പരിശോധനയ്ക്ക് ഇന്നാണോ കേസെടുക്കേണ്ടത്? അതായത് ഇലക്ഷൻ നടപടികൾ വേഗത്തിലാകുന്ന ഈ ഘട്ടത്തിൽ 7-ാം മാസത്തിലാണോ അന്വേഷണത്തിന് കേസെടുക്കേണ്ടത് എന്നൊരു സംശയം ഉയരുന്നു. രണ്ടാമത് ഈ ചില പ്രതികരണങ്ങൾ, ചില സൂചനകൾ നേരത്തെ തന്നെ ലഭിച്ചിരുന്നു എന്നുള്ളത് ഇതിൽ രാഷ്ട്രീയമായ താല്പര്യമുണ്ട് എന്ന് വ്യക്തമാക്കുന്നത് തന്നെയാണ്. അപ്പോൾ ചില കേന്ദ്ര ഏജൻസികൾ ഒരു 10 ദിവസത്തിനുള്ളിൽ കേരളത്തിൽ നിർണായകമായ നീക്കം നടത്താൻ പോകുന്നു എന്നൊരു സൂചന കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ എയറിലുണ്ട്. മാധ്യമപ്രവർത്തകർക്ക് അറിയാവുന്നതാണ്. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ ചില പ്രതികരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഇപ്പോൾ ആലത്തൂരിലെ BJP സ്ഥാനാർത്ഥി ഡോക്ടർ സരസുമായുള്ള സംഭാഷണത്തിൽ പ്രധാനമന്ത്രി തന്നെ പറയുന്നു, സഹകരണ ബാങ്കുകളുമായി ബന്ധപ്പെട്ട് ചില തെളിവുകൾ, ചില വിവരങ്ങൾ എൻ്റെ പക്കലുണ്ട്, അതിന്മേൽ നടപടിയെടുക്കുമെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ തൃശ്ശൂരിൽ സുരേഷ് ഗോപിക്കായി ഒരു നീക്കം നടത്തും എന്നുള്ളത്, അതായത് വരും ദിവസങ്ങളിൽ തന്നെ നമുക്കത് പ്രതീക്ഷിക്കാമെന്നതിൻ്റെ സൂചന പ്രധാനമന്ത്രി തന്നെ ആലത്തൂരിലെ സ്ഥാനാർത്ഥിക്ക് നൽകിയാണ്. ഇനി സുരേന്ദ്രൻ്റെ പ്രതികരണം നോക്കൂ. സുരേന്ദ്രനോട് EDയും കേന്ദ്ര ഏജൻസികളിലും സംബന്ധിച്ച് ചോദ്യങ്ങളൊക്കെ പിൻവലിയുകയാണോ? അതായത് ഇവിടേക്ക് ED വരുന്നില്ലല്ലോ എന്നുള്ളത് കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട വാദമാണ്. ആ കാര്യം പറയുന്ന സമയത്ത് സുരേന്ദ്രൻ പറയുന്നുണ്ട് കൃത്യസമയത്ത് ഇടപെടലുണ്ടാകുമെന്ന്. അപ്പോൾ ആ കൃത്യസമയം എന്നുള്ളത് ഇലക്ഷൻ പടിവാതിക്കൽ എത്തി നിൽക്കുന്ന ഈ സമയമാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കി തരുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ സുരേന്ദ്രനറിയാം, പ്രധാനമന്ത്രിക്കറിയാം, അപ്പോൾ BJP അറിഞ്ഞുകൊണ്ട് നടക്കുന്ന നീക്കം തന്നെയാണ് എന്നുള്ള ഒരു കാര്യം വ്യക്തമാണ്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ക്ലിഫ് ഹൗസിലേക്ക് ED ഉദ്യോഗസ്ഥർ കയറിപ്പോകുന്ന ഒരു ദൃശ്യം, അല്ലെങ്കിൽ അങ്ങനെ ഒരു തലക്കെട്ട്, അത് പ്രധാനമായും BJP ആഗ്രഹിക്കുന്നുണ്ട്. ആ രൂപത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയേക്കുമോ എന്നുള്ള സംശയം അവിടെ നിൽക്കുന്നുണ്ട്. ഇനിയിപ്പോൾ EDക്ക് വേണമെങ്കിൽ വീണ വിജയനെ നോട്ടീസ് അയച്ച് വിളിക്കാം, ഉള്ളിടത്തേക്ക് പോയി ചോദ്യം ചെയ്യാം, ഇതൊക്കെ ചെയ്യാവുന്നതാണ്. പക്ഷേ ഏത് രൂപത്തിലാണ് അത് പോകുക എന്നുള്ളത് നമുക്ക് മുന്നിലുള്ള ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്നു. അതോടൊപ്പം തന്നെ തോമസ് ഐസക്കിനെ ED വിളിപ്പിക്കുന്നുണ്ടല്ലോ, അതും 7ാമത്തെ നോട്ടീസാണ് നൽകിയിരിക്കുന്നത്. ഇപ്പോൾ 7ാമത്തെ നോട്ടീസ് എന്നുള്ളൊരു അപകടകരമായ സമയമാണ് അല്ലേ? കേജ്രിവാളിനെ സംബന്ധിച്ചും 7ാമത്തെ നോട്ടീസിന് ശേഷമാണ് അറസ്റ്റിലേക്ക് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോയിട്ടുള്ളത്. അപ്പോൾ മൂക്കിൽ കയറ്റുമോ എന്നൊക്കെയുള്ള ചോദ്യമൊക്കെ രാഷ്ട്രീയമായി അങ്ങോട്ടേക്ക് തോമസ് ഐസക് ചോദിക്കുന്നുണ്ട്. അപ്പോഴതും സർക്കാരിൻ്റെ ഒരു നയവുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിലാണല്ലോ മന്ത്രിയെ പ്രതി ചേർക്കുന്നത്. അപ്പോൾ ആ കാര്യങ്ങളും വേഗത്തിലാക്കുന്നു. അപ്പോൾ ഇവിടുത്തെ മുഖ്യമന്ത്രിയെ, ഇവിടുത്തെ മുൻ മന്ത്രിക്കെതിരെ ഒക്കെയുള്ള അന്വേഷണം ആ രൂപത്തിൽ കൊണ്ടുപോകുന്നു. അപ്പോൾ അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അത് രാഷ്ട്രീയമായി എങ്ങനെ പ്രതിഫലിക്കുമെന്നുള്ള ചോദ്യം കൂടി അവിടെ നിൽക്കുകയാണ്.
ഇത് ഞാൻ മനസ്സിലാക്കുന്നത് ഈ രൂപത്തിൽ ഇ ഡിയുമായി ബന്ധപ്പെട്ട് ഇ ഡി ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ, അതായത് മുഖ്യമന്ത്രിക്കെതിരെ എന്ന രൂപത്തിൽ തന്നെ വരികയാണെങ്കിൽ അത് രാഷ്ട്രീയമായി പിണറായി വിജയന് ഗുണം ചെയ്യുമെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഇവിടെ പ്രധാനമായിട്ടും ഇവിടെ വാദം ഉന്നയിച്ചിരിക്കുന്നത്, ഇപ്പോൾ കോൺഗ്രസ് ആയാലും തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അന്തർധാരയുണ്ട്. BJP-യും CPM-ഉം തമ്മിൽ അന്തർധാരയുണ്ട്. ഇവിടേക്ക് ഇ ഡി വരില്ല എന്ന് രമേശ് ചെന്നിത്തല പറയുന്നു. ഏത് നേതാവാണ് പറഞ്ഞതെന്ന് ഓർക്കുന്നില്ല. കഴിഞ്ഞ ദിവസം രാത്രിയിൽ വി മുരളീധരൻ്റെ ഫോൺ കോൾ വരും മുഖ്യമന്ത്രിക്ക്, അതിനനുസരിച്ച് മുഖ്യമന്ത്രി കാര്യങ്ങൾ തീരുമാനിക്കും എന്നൊരു പരിഹാസമുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെയുള്ളൊരു മറുപടിയായി ഇത് വരുമ്പോൾ കോൺഗ്രസിൻ്റെ ആ വാദം അവിടെ ഇല്ലാതാവുകയാണ്. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇന്നിപ്പോൾ VD സതീശൻ ഇതൊരു ഇലക്ഷൻ സ്റ്റണ്ടാണ് എന്ന് പറയുന്നത്. അപ്പോൾ ഏത് രൂപത്തിൽ പ്രതികരിക്കണമെന്ന് ഇപ്പോൾ അറിയാത്തൊരവസ്ഥ കോൺഗ്രസിനെ സംബന്ധിച്ചുണ്ടായിട്ടുണ്ട്. മറ്റൊന്ന്, രാഷ്ട്രീയമായി തിരഞ്ഞെടുപ്പിൽ അത് ഏത് രൂപത്തിൽ പ്രതിഫലിക്കുമെന്നുള്ളതാണ്. BJP-യുടെ മുഖ്യ ശത്രു CPM ആണ് കേരളത്തിൽ എന്നൊരു പ്രതീതി സൃഷ്ടിക്കാൻ ഈ ഒരു സംഭവത്തോടു കൂടി സാധിക്കും. അതിൻ്റെ തുടക്കമെന്ന നിലയിലാണ് MV ഗോവിന്ദൻ്റെ അടക്കമുള്ള പ്രതികരണങ്ങൾ വരുന്നത്. അത് മലബാർ മേഖലയിൽ എങ്ങനെ പ്രതിഫലിക്കും എന്നുള്ളതും പ്രധാനപ്പെട്ട ഘടകമാണെന്ന് ഞാൻ കരുതുന്നു. CAA വിഷയത്തിൽ എങ്ങനെയൊക്കെയാണ് ഞങ്ങൾ നിലപാടെടുത്തിട്ടുള്ളത്, കോൺഗ്രസ് എത്രത്തോളം നിലപാടെടുത്തിട്ടുണ്ട്, ഈ 2021 ആസാമിലെ പ്രസംഗത്തിന് ശേഷം രാഹുൽ ഗാന്ധി CAA വിഷയത്തിൽ എവിടെ പ്രതികരിച്ചിരിക്കുന്നു എന്നൊരു ചോദ്യം CPM പ്രധാനമായും ചോദിക്കുമ്പോൾ അവിടെ രാഹുലിന് മിണ്ടാൻ പറ്റിയിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമുണ്ട്. രാഹുലിന് മിണ്ടാൻ പറ്റില്ല എന്നൊരു പ്രായോഗിക ബുദ്ധിമുട്ടും അവിടെ നിൽക്കുന്നുണ്ട്. ഹിന്ദു റെഫ്യൂജീസ് ഒക്കെ കേജ്രിവാളിനും രാഹുലിനുമെതിരെ പ്രതിഷേധം മാർച്ച് നടത്തിയ ഒരു സാഹചര്യം അവിടെയുണ്ട്. അതുകൊണ്ടാണ് ജയറാം രമേശ് മാത്രം ഈ വിഷയത്തിൽ സംസാരിക്കുന്നതിലേക്ക് കോൺഗ്രസ് ചുരുങ്ങുന്നത്. അപ്പോൾ ഈ വാദം CPM-ന് കുറച്ച് ശക്തമായി ഉന്നയിക്കാൻ സാധിക്കും. CAA-യുമായി ബന്ധപ്പെട്ട് 4 പൊതുസമ്മേളനങ്ങളാണ് ഇതിനകം CPM നടത്തിയിട്ടുള്ളത്. കോഴിക്കോട് നടത്തി, കണ്ണൂർ നടത്തി, മലപ്പുറത്ത് നടത്തി. അപ്പോൾ കേന്ദ്രം ശ്വാസം മുട്ടിക്കുന്നു എന്നൊരു വിഷയം ഉന്നയിച്ചുകൊണ്ട് പ്രതിപക്ഷ പാർട്ടികളെ ഒരുമിച്ച് വിളിച്ചുകൊണ്ട് CPM ഡൽഹിയിൽ നടത്തിയ പ്രതിഷേധ അതിൻ്റെയൊക്കെ ഒരു തുടർച്ചയായിട്ട് ഈ വിഷയത്തെ കൂടി കൊണ്ടുവരാൻ സാധിക്കും. കേജ്രിവാളിനൊപ്പം തന്നെ പിണറായി വിജയനും ഇരയാക്കപ്പെടുന്നു എന്ന വാദം CPM-ന് ശക്തമായി ഉന്നയിക്കാൻ സാധിക്കും. ഇലക്ഷൻ്റെ തലേ ദിവസം വരുന്നു എന്നിടത്താണ് ഇത് CPM-ന് നേട്ടമാകുന്നു. ഇതിന് മുൻപായിരുന്നെങ്കിൽ ഇതിലൊരു കേസുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മുമ്പ് പലതവണ ചർച്ച ചെയ്തതാണ്. അന്വേഷണ ഏജൻസികൾ വന്നിട്ടുണ്ട്, അത് അന്വേഷിച്ച് കണ്ടെത്തേണ്ടത് തന്നെയാണ്. പക്ഷേ ആ കേസിൽ എപ്പോൾ നടപടിയെടുക്കുന്നു എന്നുള്ളത് രാഷ്ട്രീയമായി പ്രാധാന്യമറിയിക്കുന്ന കാര്യമാണ്. അപ്പോൾ കേജ്രിവാൾ പിണറായി വിജയൻ ഈ രൂപത്തിൽ അത് ഇക്വേറ്റ് ചെയ്യപ്പെടുകയും ഇലക്ഷന് തലേ ദിവസം എന്നുള്ളത് CPM-ന് ഗുണം ചെയ്യുന്ന രീതിയിലേക്ക് ഈ തെരഞ്ഞെടുപ്പിൽ അത് പ്രതിഫലിക്കുകയും ചെയ്യുമെന്നാണ് ഈ രൂപത്തിൽ പോവുകയാണെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത്. Meet the editors.